പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 11:5 യബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതാവുന്നു ദാവീദിൻ്റെ നഗരം. ദാവീദിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദും ഇസ്രയേലും യബൂസ് എന്ന യെരൂശലേമിലേക്ക് ചെന്നു. ആ ദേശത്തെ അവകാശമാക്കി പാർത്തിരുന്നത് യബൂസ് നിവാസികൾ. ആ ദേശത്തിലെ ദേശാധിപതി ശക്തികൾ ദാവീദിനോട് പറഞ്ഞു, നീ ഇവിടെ കടക്കുകയില്ല. എന്നാൽ വാഗ്ദത്തങ്ങളും അഭിഷേകവുമുള്ള ദാവീദ് തോറ്റു പിന്മാറിയില്ല. അവിടെ കടന്ന് സിയോൻ കോട്ട പിടിച്ചു. അത് അവിടെ പാർത്ത് ദാവീദിൻ്റെ നഗരം എന്ന് പേരും കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്ന അവകാശങ്ങളും വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നാം പ്രാപിക്കാതിരിക്കാൻ തടയുന്ന പൈശാചിക ശക്തികളുണ്ട്. ഈ ഭൂമിയിൽ നാം സ്വസ്ഥതയും സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നും നിത്യതയിൽ നമ്മെ വിടുകയില്ല എന്നും പറഞ്ഞ് വാദിച്ച് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കാൻ നമുക്കാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. നമ്മിൽ കൂടിയാണ് കർത്താവ് അത് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് വിശുദ്ധ ജീവിതവും പരിശുദ്ധാത്മാവ് നിറവുള്ള പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എഫേസ്യർ 6:10-18 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക. ഈ ലോകത്തിൽ നമ്മെ തോറ്റു ജീവിക്കാനല്ല, കർത്താവായ യേശുവിൽ ജയോത്സവമായി മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.